വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. രണ്ടിടത്തും ആദ്യം 3 മണിക്കൂർ പിന്നിടുകയാണ്. 7 മണിക്കാണ് വോട്ടിംഗ് തുടങ്ങിയത്. നാട്ടിലെ 7 മണിക്ക് ഇപ്പോൾ അവിടെ 10 മണി കഴിഞ്ഞു. അപ്പോൾ 3 മണിക്കൂർ പിന്നിടുമ്പോൾ നല്ല പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടർമാരെ നേരിൽ കണ്ടും വാഹന പര്യടനം നടത്തിയും വോട്ടഭ്യർത്ഥന. ഒടുവിൽ ആവേശമണപൊട്ടിയ കൊട്ടിക്കലാശവും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കടുത്ത ആരോപണവുമായി മുന്നണികൾ രംഗത്തെത്തി. എല്ലാ മുന്നണികളുടെയും സംസ്ഥാന നേതാക്കളും തീപ്പൊരി നേതാക്കളും നേരിട്ടെത്തി ചുക്കാൻ പിടിച്ച പ്രചരണ പരിപാടികൾ. എല്ലാത്തിനും ശേഷം വോട്ടർമാർ വിധി നിർണയിക്കുകയാണ്. ഏഴ് മണിയോടെ തുടങ്ങിയ പോളിംഗ് ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ്. ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുമുണ്ട്. പരമാവധി പേരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും മുന്നണികൾക്കുള്ളിൽ സജീവമാണ്. വയനാട്ടിലെ പോരാട്ടം പ്രിയങ്ക ഗാന്ധി, സത്യൻ മുഖേരി, നവ്യ ഹരിദാസ് എന്നിവർ തമ്മിൽ. ചേലക്കരയിൽ തീപ്പാറും പോരാട്ടമാണ്. LDF-നായി UR പ്രദീപും UDF-നായി രമ്യ ഹരിദാസും BJP സ്ഥാനാർത്ഥിയായി K ബാലകൃഷ്ണനും രംഗത്തുണ്ട്. മണ്ഡലം നിലനിർത്തേണ്ടത് CPM-ന് അനിവാര്യമാണ്. പിടിച്ചെടുക്കേണ്ടത് UDF-ന്റെ ദൗത്യവും. $599 പോളിംഗ് ബൂത്തുകളാണ് വയനാട്ടിലുള്ളത്. ഇതിൽ 9 പോളിംഗ് സ്റ്റേഷനുകളിൽ വനിതാ ഓഫീസർമാരാണ്. 16 മേഖലകളിലായി 26 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടിവിടെ. ഏറനാട് 5, നിലമ്പൂർ 17, വണ്ടൂർ 4 ഇങ്ങനെയാണ് പ്രശ്നബാധിത ബൂത്തുകളുടെ കണക്ക്. ഇവിടങ്ങളിൽ കേന്ദ്രസേനയടക്കം അധിക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ചേലക്കരയിൽ 14 പ്രശ്നസാധ്യതാ ബൂത്തുകളാണുള്ളത്. 23-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് NTV.